ചേച്ചിയുടെ ഹൈറ്റ് എത്രയുണ്ട്? ഞാൻ 6.3. 6.3 എന്ന് പറഞ്ഞാൽ എത്ര വെയിറ്റ് വരും? 6.3 എന്ന് പറഞ്ഞാൽ 190 ആണ്. ഞാൻ 192 ഉണ്ട്. ആണ്. ഈ ഹൈറ്റ് കൂടി പോയി കഴിഞ്ഞാൽ ചേച്ചിക്ക് ബസ്സിലൊക്കെ കയറാൻ പറ്റാറുണ്ടോ? ബസ്സിൽ കയറുന്നതിന് കുഴപ്പമില്ല, പക്ഷെ തല മോളി മുട്ടും. ആണല്ലേ? അപ്പൊ എങ്ങനെ എന്ത് ചെയ്യും? ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാനായിട്ട് ഇപ്പൊന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരുമാതിരി ആൾക്കാർക്ക് മുഴുവൻ എന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറുമ്പോ ഞാൻ പറയും, ഇതിന്റെ മോള് പൊളിച്ച് എനിക്ക് എന്റെ കാശും തരേണ്ടി വരും, നിങ്ങൾ വണ്ടിയുടെ കാശും കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ സീറ്റ് തരാൻ പറയും. അങ്ങനെ ഇരിക്കാറുണ്ട്. ആണ് വിചാരിക്കണ നല്ല അഡ്വക്കേറ്റിന്റെയാണ് എല്ലാം. അതിന്റെ കാശ് ഇതിന്റെ കാശ് മറ്റൊന്നും മറിച്ചതൊക്കെ പറയാനായിട്ട്. ചേച്ചിയുടെ ഒച്ചയ്ക്ക് നല്ല വ്യത്യാസം ഉണ്ടല്ലോ. സ്പെഷ്യൽ എഫക്റ്റ് അത്. ചേച്ചി ഇത്ര ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പാടല്ലേ? ഡ്രസ്സ് കിട്ടാൻ വലിയ പാടാണ്. പക്ഷെ ഇപ്പെന്ന് പറഞ്ഞാൽ സാരി പിന്നെയും ഒപ്പിച്ച് കിട്ടുന്നുണ്ട്. ഞാനെന്ന് പറഞ്ഞാല് ഈ ഡ്രസ് മെറ്റീരിയൽ എടുത്ത് ഞാൻ തയ്ക്കുവാണ്. ഇങ്ങനെ ഞാൻ തന്നെ തയ്ക്കുക ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ചെരുപ്പിന്റെ കാര്യത്തിലായി. നിങ്ങളൊക്കെ ഇതുപോലുള്ള ചെരുപ്പിട്ടുണ്ടാക്കുമ്പോ ഞാൻ ഇടുന്ന ചെരുപ്പ് കണ്ടോ? എന്റെ പൊന്നോ, നമ്മള് മറ്റേ ഹൈറ്റ് കാണുമ്പോ നമ്മൾ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ വിചാരിക്കെങ്കിലും അതിന്റെ പുറകിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ കട്ടിലൊക്കെ ചേച്ചിക്ക് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിയതാണ്. കട്ടിലിനകത്ത് നീട്ടം കൂട്ടി ഉണ്ടാക്കിയതാണ്. അപ്പം ഇപ്പം കല്യാണം കഴിച്ചിട്ട് ആളിന് സെയിം ഹൈറ്റ് ആണ്. ആള് ഇവിടെ ഇല്ല, ഗൾഫിലാണ്.